ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയൊരു വെറൈറ്റി മാങ്ങയാണ്. കോക്കനട്ട് മാംഗോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ തൈ കൊണ്ടുവന്നതാണ്. വലിയ തൈ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വലിപ്പം. അപ്പോൾ അത് ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കോക്കനട്ടിൻ്റെയാണോ നല്ല നെറ്റിയുറപ്പുള്ളൊരു പ്ലാന്റാണ്. എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിർത്തുന്നത് നമുക്ക് ആരോഗ്യത്തിന് കേടാണ്. അപ്പോൾ അതിൻ്റെ തൈകളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് കോക്കനട്ട് മാംഗോ. അപ്പോൾ നമ്മളെ കോക്കനട്ട് മാംഗോ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കോക്കനട്ട് മാംഗോ എന്ന് പറഞ്ഞത് തന്നെ അത് മിക്കവാറും ഇതിൻ്റെ സൈസ് കൊണ്ട് തന്നെ ആയിരിക്കും. ഏകദേശം 1 കിലോൻ്റെയൊക്കെ മുകളിൽ തൂക്കം വരുന്നൊരു മാങ്ങയാണ്. 1,184 ഏകദേശം 1,200 1 കിലോൻ്റെ 1 കിലോനും 200 ഗ്രാമും തൂക്കമുള്ള മാങ്ങയാണ്. നമുക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു മാങ്ങയാണ് കായ്ച്ചത്. അതിൻ്റെ തൈകളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് പുതിയൊരു മാങ്ങയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്യാൻ കാരണം അതിൻ്റെ അതിൻ്റെ സീഡ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നേരെ സെൻറ്ററിൽ നിന്നാണ് ഇപ്പോൾ നമ്മളിത് മുറിച്ചത്. അപ്പം വളരെ ചെറിയ സീഡാണ്, അണ്ടിയാണ്. ഒരു ചക്കൻ്റെ വലിപ്പം നമ്മളെ കയ്യിൻ്റെ ഉള്ളിനടിയിൽ കൊള്ളുന്നില്ല കേട്ടോ. അതിൻ്റെ ഓക്കെ, ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ഓവർ മധുരമില്ല. നമ്മളെ ഗോലക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ മധുരത്തിൻ്റെ അളവ് കുറവാണ്. പക്ഷേ ക്രീമിയാണ്. വായിലിട്ടാൽ തന്നെ അരിഞ്ഞു പോകുന്നൊരു വെണ്ണ പോലെ മധുരത്തിൻ്റെ വെച്ച് നമ്മളൊരു 100, ഒരു 80, 75, 80 ഉള്ളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫ്ലേവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളെ നാട്ടിൽ കഴിച്ച് ശീലമില്ലാത്തൊരു മാങ്ങയാണ്. ജസ്റ്റ് ഇപ്പം ഞാൻ അതിൻ്റെ സീഡൊന്ന് നമ്മളെടുത്ത് കാണിച്ചു തരാം. ഇത്രയും വലിയൊരു മാങ്ങൻ്റെ ഉള്ളിലുള്ള സീഡിൻ്റെ കനാണ് ഈ കാണുന്നത്. ഒരു മാങ്ങ മുറിച്ചാൽ ചുരുങ്ങിയ ഒരു 15 ആളെങ്കിലും വേണം അത് തിന്ന് കിട്ടാൻ. ഇതാണ് അതിൻ്റെ സീഡ്. പോളിഎംബ്രോണിക്കാണോ മോണംബ്രോണിക്കാണോ എന്നുള്ളത് അറിയില്ല. കുഴിച്ചിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ തൈ കൊടുത്ത് വെക്കുകയാണ് നല്ലത്. ഞാനത് മുളച്ച് തൈയായി എത്ര വർഷം. ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാം. കാരണം ഒരു ഓവർ മധുരത്തിൻ്റെ കുത്തില്ല. പിന്നെ അധികം ചിലവർക്കൊക്കെ മധുരം വന്നിട്ട് തിന്നാൻ വയ്യാന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ മാങ്ങയാണ്. ഒരു കുടുംബത്തേക്ക് ഒരു മാങ്ങ മതി. ഒന്നുമില്ല, ഒരു രക്ഷയില്ലാത്ത സൈസാണ്. മധുരം ഓവറില്ല എന്നുള്ളൂ, നമുക്ക് കഴിക്കാം. ഞാൻ ആദ്യമായതുകൊണ്ടോ എന്താ അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ഓവർ മധുരം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഒന്നും കാണുന്നില്ല. ഇത് പിന്നെ മാങ്ങൻ്റെ വിഭവങ്ങളാണ്. നമ്മുടെ വൈഫിൻ്റെ കലാപരിപാടികളാണ്. പച്ചമാങ്ങ ഉണക്കി വെച്ചത്. മാങ്ങൻ്റെ കൂടുതൽ പുതിയ വിശേഷങ്ങളും പുതിയ റിവ്യൂകളൊക്കെ ആയിട്ട് ഓരോ മാങ്ങ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴും അത് നിങ്ങളും കൂടെ ഷെയർ ചെയ്യും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസ തിരൂർ.